ഹായ്, ഇതാണ് നിങ്ങളുടെ വീടിൻ്റെ വാതിൽ. ഞാൻ വരുന്നു വീടിൻ്റെ വാതിൽ നിന്ന് തട്ടുന്നു. നിങ്ങൾ വാതിൽ തുറക്കുന്നില്ല. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ നിങ്ങൾ തുറക്കുന്നതുവരെ പഠിച്ചുകൊണ്ടിരിക്കും, ഇടിച്ചുകൊണ്ടിരിക്കും, കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ തുറക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് പേടിയാണ്. എന്നെ അകത്ത് കയറ്റിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള പേടിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ അകത്ത്. പക്ഷെ നിങ്ങൾക്ക് അകത്ത് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ അടിച്ചുകൊണ്ടിരിക്കാം. എപ്പോഴാണോ എന്നെ അകത്ത് കയറ്റുന്നത് അതുവരെ ഞാൻ തട്ടിക്കൊണ്ടിരിക്കാൻ തീരുമാനിച്ചിട്ട് ഉറപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പുറത്തു പോകാനും പറ്റുന്നില്ല, അകത്ത് സമാധാനമായിട്ട് ഇരിക്കാനും പറ്റുന്നില്ല. കാരണം ഈ സൗദയാണ്. ആരാണ് ഞാൻ? ഞാനാണ് നിങ്ങളുടെ ഇമോഷൻസ്. നിങ്ങളുടെ സങ്കടം, സാഡ്നെസ്, ഗിൽറ്റ്, കുറ്റബോധം, ആങ്സൈറ്റി, സ്ട്രെസ്, ഇതൊക്കെ പറയുന്ന എല്ലാ ഇമോഷൻസാണ് ഞാൻ. എന്നെ എന്ത് ചെയ്യണം? എന്നെ ഒന്ന് അകത്ത് കയറ്റി 2 മിനിറ്റ് എന്നോട് സംസാരിച്ച് എന്നെ ഒന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി പൊക്കോളൂ. അത്രേ എനിക്ക് വേണ്ടൂ. പക്ഷെ പലരും ഇമോഷൻസിനെ അകത്തേക്ക് കയറ്റുന്നില്ല, പേടിച്ചിട്ട്. ഇമോഷൻസിന് പ്രത്യേകത ഇതിനെ തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ല. ഇതിങ്ങനെ നിരന്തരമായി എപ്പോഴാണോ ഉള്ളിലേക്ക് കയറാൻ അനുവാദം കിട്ടുന്നത് അതുവരെ തട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ എന്താ ഇമോഷൻസിനെ ഒന്ന് ഉള്ളിൽ കയറ്റിയിട്ട് അതിനോട് സംസാരിച്ചിട്ട് അതിനെ ഫീൽ ചെയ്തിട്ട് അതിനെ ഇറക്കി വിടുക. സന്തോഷം ഇമോഷനാണ്, അതും ഉള്ളിൽ കയറ്റണം. സങ്കടം ഇമോഷനാണ്, ഉള്ളിൽ കയറ്റണം. കയറ്റിയിട്ട് അത് ഫീൽ ചെയ്തിട്ട് ഇറക്കി വിട്ടോ അത് പോയിപ്പോഴും. നമുക്ക് ചിന്തിക്കാനും ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കാനും പറ്റും. ഒരേ സമയം തന്നെ നമുക്ക് ഇതിപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇപ്പോൾ ചെയ്യാം. ഞാനിതാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ട്. ഇമോഷൻസിനെ ഫീൽ ചെയ്യുക. ദ ഓൺലി വേ ടു ഡീൽ വിത്ത് ഇമോഷൻ ഈസ് ടു ഫീൽ ഇറ്റ്. ആ ഫീലിംഗ് ഉണ്ടാവുക, അക്നോളജ് ചെയ്യുക. എനിക്ക് ആരോട് അസൂയുണ്ട് ഉണ്ടെന്ന് നമ്മൾ തന്നെയാണ്. എനിക്ക് അങ്ങനെ ഉണ്ട്, എനിക്ക് ഷൈനസ് ഉണ്ട് എന്നുള്ളത് അക്കമഡേറ്റ് ചെയ്യുക. എനിക്ക് ദേഷ്യമുണ്ട്, എനിക്ക് ഗിൽറ്റ് ഉണ്ട്, പണ്ട് ചെയ്ത ഏതോ കാര്യത്തിൽ എനിക്ക് കുറ്റബോധമുണ്ട്. അത് ഫീൽ ചെയ്തിട്ട് അതിനാണ്ട് ഇറക്കി വിട്ടു. എന്നിട്ട് അതിനോട് പറയാം പൊക്കോ, ഞാൻ വേറെ വർക്കിലൊക്കെ നടക്കട്ടെ. അല്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് അറിയോ? ഇതിനുള്ളിൽ കയറ്റിയില്ലെങ്കിൽ നമ്മളെപ്പോഴെങ്കിലും ഒന്ന് വീക്കായിട്ടിരിക്കുമ്പോൾ ഈ ഇമോഷൻസ് തള്ളിക്കയറി ഒരുമിച്ച് വരും. പിന്നെ നമ്മൾ വൾണറബിളാവും. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ആ ഇമോഷൻസിനെ ഫീൽ ചെയ്യും. എല്ലാ ഇമോഷൻസിനും ഉണ്ടായിക്കോട്ടെ. സങ്കടം ഉണ്ടാവില്ലേ? മനുഷ്യന്മാരല്ലേ സങ്കടം ഉണ്ടാവും. സന്തോഷത്തെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നവരുണ്ട്. ഞാൻ എത്രയോ പേര് കണ്ടിട്ടുള്ളത് ചിരിക്കില്ല. എന്നോട് ഒരാൾ പറഞ്ഞ ഒരു ക്ലാസ്സിൽ സാറത് ചിരിക്കാത്തതെന്ന് ചോദിച്ചു. എല്ലാവരും ചിരിക്കുന്ന ആൾ ചിരിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് വയസ്സായി, അതാണ് ഞാൻ ചിരിക്കാത്തത്. ഞാൻ തിരിച്ചു പറയുകയും ചെയ്തു, സാറ് ഒരു പക്ഷേ ചിരിക്കാത്തത് കൊണ്ടായിരിക്കും വയസ്സായും തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതയാൾ ഉള്ളിൽ കയറിയിട്ടോ. ചിലവർ സന്തോഷത്തെ വരെ തടഞ്ഞു നിർത്തും, അറിയോ? പണ്ടുള്ള ബ്ലോക്കാണത്. കുറേ ചിരിച്ചാൽ കരയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വരെ ബ്ലോക്ക് ചെയ്തു. കേട്ടില്ലേ? കുറേ ചിരിച്ചാൽ കരയേണ്ടി വരും. പല സിനിമയിലും കണ്ടിട്ടില്ലേ? കവിയൂർപ്പന്നമ്മ ഡാൻസ് ചെയ്ത അവസാനം, ആ പാട്ടിൻ്റെ അവസാനം നല്ല ചിരി നിൽക്കുമ്പോൾ അറിയാം ഇത് ഹാർട്ട് അറ്റാക്കും എന്താ ആശുപത്രി കൊണ്ടുപോകാനുള്ളതാക്കും. അങ്ങനെ നമ്മൾ ക്വാണ്ടിഫിച്ച് വെച്ചിരിക്കുക. ഇതൊന്നും ഒരു ഫീൽ ചെയ്യരുത്. ഞാൻ പറയുന്ന എല്ലാ ഇമോഷനും ഫീൽ ചെയ്യണം. എക്സ്റ്റസി ഫീൽ ചെയ്യാനുള്ളതാണ്, സന്തോഷം ഫീൽ ചെയ്യാനുള്ളതാണ്, സങ്കടം ഫീൽ ചെയ്യാനുള്ളതാണ്, ടെൻഷൻ ഫീൽ ചെയ്യാനുള്ളതാണ്. അതിന് അക്നോളജ് ചെയ്യൂ, ഫീൽ ചെയ്യൂ, തറച്ചു വിടൂ, ഫ്രീ ആവും.